I'm Dr. Shruti, consultant fertility specialist and cosmetic gynecologist, Oriole Medline Kasaragod branch, working at Shashrika Multi-Speciality Hospital, Kanyanad. മെഡിക്കൽ രംഗത്തെ ഏറ്റവും നൂതന ചികിത്സാ രീതികൾ, മെഡിക്കൽ അപ്ഡേറ്റുകൾ ആദ്യം ലഭിക്കാൻ ഈ ഓറിയോൾ മെഡ്ലൈൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ഞാൻ സംസാരിക്കാനുള്ള ടോപ്പിക് ഈസ് വളരെ ഒരു സെൻസിറ്റീവ് ടോപ്പിക്കാണ്, ദാറ്റ് ഇസ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. അത് എന്തെന്ന് പറഞ്ഞാൽ ഒരു ചുമക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചെറുതായിട്ടൊരു യൂറിൻ ലീക്കാവും. ലീക്ക് പറഞ്ഞാൽ ഒരു അറിയാതെ കുറച്ച് യൂറിൻ പോവും. സോ ഇത് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സോഷ്യൽ സ്റ്റിഗ്മ, ഒരു സോഷ്യൽ എംബാരസ്മെൻറ്റ് തന്നെ പറയാൻ പറ്റൂ. ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇൻ ദി യങ്ങർ ഏജ് ഗ്രൂപ്പ് ഓൾസോ, ബട്ട് ഇറ്റ് ക്യാൻ ഹാപ്പൻ, ഇറ്റ് യൂഷ്വലി ഹാപ്പൻസ് ഇൻ ദി ഒരു വയസ്സുള്ള ആളിൽ, ഒരു 50-40+ ഉള്ള ആൾക്കാരിൽ കുറച്ച് കൂടുതലായിട്ട് നമുക്ക് കാണാറുണ്ട്. ഇത് മെയിൻ വരാനുള്ള പ്രശ്നങ്ങൾ എന്തിനാണ് ഇത് വരണതെന്ന് ചോദിച്ചാൽ, ഇറ്റ് ക്യാൻ ഹാപ്പൻ ഇമീഡിയറ്റ്ലി ഒരു ഡെലിവറി ആയി കഴിഞ്ഞ ശേഷം. ഒരു സാധാരണ കുട്ടി 1, 2, 3 പ്രസവിച്ചിട്ടുണ്ടാണെങ്കിൽ ആ വരാനുള്ള സ്ഥലത്തിൽ, ആ വെജൈനൽ കെനൽ, സർവൈക്കൽ കെനൽ, ആ വരാനുള്ള സ്ഥലത്തിൽ കുറേ ചേഞ്ചസ് ആവും. നമ്മുടെ മൂത്രസഞ്ചി ഉള്ളത് ആ വരാനുള്ള സ്ഥലത്തിന് കുറച്ച് മുകളിലേക്കാണ്. സോ ഇത് കുഞ്ഞി വരുമ്പോൾ, ഡെലിവറി ആകുമ്പോൾ കുറേ സ്ട്രെച്ചിങ് ആവും, കുറേ ഒരു ലാക്സിറ്റി ആവും. അങ്ങനെയുള്ള ചേഞ്ചസിൽ ചില ആൾക്കാർ ഹൂസ് ടിഷ്യൂസ് ആർ നോട്ട് വെൽ ടോൺഡ്, അങ്ങനെയുള്ള ആൾക്കാരിൽ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ഡെലിവറി ആയ ശേഷം തന്നെ തുടങ്ങുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു ഓൾഡർ ഏജ് ഗ്രൂപ്പ്, കുറച്ചൊരു വയസ്സായ ശേഷം ആവാനുള്ളത്. ഒരു സാധാരണ രീതിയിൽ നമ്മുടെ മുഖത്തിലോ കയ്യിലോ സ്കിന്നോ ഒരു വയസ്സാകുമ്പോൾ എങ്ങനെ ചുരുങ്ങി വരും, വ്രിങ്ക്ലിംഗ് എന്ന് പറയൂ, അതേപോലെ ദി വെജൈനൽ ടിഷ്യൂസ് ഓൾസോ സ്റ്റാർട്ട് ഗെറ്റിംഗ് റിലാക്സ്ഡ് ആയപ്പോലെ. ഇത് കുറേ ടിഷ്യൂസ് വേണ്ടിയിട്ടായിരിക്കും, ഹോർമോൺ റിലേറ്റഡ് ചേഞ്ചസ് ആയിരിക്കും. ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ ആസ് ദി ഏജ് അഡ്വാൻസസ്, ഒരു വയസ്സാകുമ്പോൾ ആ ഹോർമോൺ കുറഞ്ഞിട്ട് വരും. ദാറ്റ് ഈസ് ദി വൺ വിച്ച് ഓൾസോ ഹെൽപ്സ് ഇൻ ഗിവിങ് ദി സ്കിൻ ടോൺ ടു ദി വെജൈനൽ ഏരിയ. സോ അങ്ങനെയുള്ള സമയത്തിൽ ഈ 2 കോസാണ് മെയിനായിട്ട് നമുക്ക് കാണുന്നത്. ഇങ്ങനെ നല്ല ഒരു അബ്ഡോമിനൽ പ്രഷർ ഇൻക്രീസ് ആകുമ്പോൾ, ദാറ്റ് ഈസ് കോഫ് ചെയ്യുമ്പോഴോ തുമ്പുമ്പോഴോ നല്ലോണം ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എക്സസൈസ് എന്തായാലും ചെയ്യുമ്പോഴോ അറിയാതെ കുറച്ച് യൂറിൻ പോവും. സോ ചില ആൾക്കാർ ഇറ്റ് റീച്ചസ് ദാറ്റ് സച്ച് എ സ്റ്റേജ് ദാറ്റ് ചില ആൾക്കാർ പാഡ് വെക്കാറുണ്ട്. So that should not be the thing, because your normal quality of life is getting damaged. സോ ഇതിൽ ഗ്രേഡിങ്സ് ഉണ്ടാവും. നമുക്കായാലും ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്യുമ്പോഴേ മൂത്രം വരണോ, നല്ലോണം ചിരിച്ചാലും മാത്രം, ഇല്ലെങ്കിൽ നല്ലോണം വിഗ്രസ് ആയിട്ട് എക്സസൈസ് ചെയ്താൽ മാത്രം വരുന്നുണ്ടാണെങ്കിൽ, ഡിപ്പെൻഡിങ് ഓൺ ദോസ് തിങ്സ് വി യൂഷ്വലി ഗ്രേഡ് ദോസ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. സോ ഇങ്ങനെയുള്ള സമയത്തിൽ നമുക്ക് വി യൂഷ്വലി ടെൽ ദി പേഷ്യൻസ്, നമുക്കൊരു എൻക്വയറി വരുമ്പോഴോ നമുക്കൊരു പേഷ്യൻറ്റ് വാക്കിൻ ആയിട്ട് വരുമ്പോഴോ നമുക്ക് ചോദിക്കാറുണ്ട് എന്താ ചെയ്യുമ്പോഴും ഇങ്ങനെ വരാറുണ്ടെന്ന്. ദെൻ വി ഗോ ഹെഡ് വിത്ത് ദി എക്സാമിനേഷൻ. ഇപ്പോൾ സ്പെക്യുലമായിട്ട് ചെയ്യൂ, ഇപ്പോൾ വെജൈനൽ എക്സാമിനേഷൻ ആയിട്ട് ചെയ്യൂ. സോ ആ സ്ഥലം നമുക്ക് നോക്കുമ്പോൾ ഒരു ചെറുതായിട്ട് സിസ്റ്റോസീൽ എന്ന് പറയും. മൂത്രസഞ്ചി തന്നെ ചില ആൾക്ക് താഴെ ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും. മൂത്രസഞ്ചിന്ന് യൂറിൻ പുറത്ത് വരാനുള്ള ഒരു പൈപ്പ് ഉണ്ടാവും, യുറെത്ര എന്ന. ഈ 2ൻ്റെ ആംഗിളോ ഇല്ലെങ്കിൽ ആ 2 താഴെ വന്നിട്ടുണ്ടാണെങ്കിലോ ഈ സ്ട്രെസ് ഇൻകണ്ടിനൻസ് വരാനും മതി. സോ ഇങ്ങനെയുള്ള ആളിൽ നമുക്ക് ഗ്രേഡിങ് ചെയ്യും. നമുക്ക് പരിശോധന ചെയ്യുമ്പോഴും വി വിൽ നോ ദി സിവിയാരിറ്റി ആൻഡ് ഗ്രേഡിങ് ഓഫ് ദി ഡിസീസ്. പേഷ്യൻ്റെ കയ്യിൽ എത്ര സിംറ്റം ഉണ്ട് അതിൻ്റെ അനുസരിച്ചിട്ട് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെ സിസ്റ്റോസീലിൻ്റെയോ യൂറിനറി ഇൻകോണ്ടിനൻസിൻ്റെയോ നമുക്ക് അസസ്മെൻറ്റ് ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞ ശേഷം വി യൂഷ്വലി ടെൽ ദം 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്. ദർ ആർ 2 ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ഫോർ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. ദാറ്റ് ഈസ് സർജിക്കലായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റും, നോൺ സർജിക്കൽ, ദാറ്റ് ഈസ് ലേസർ വെജൈനൽ പ്രോബ് വെച്ചിട്ട് നമുക്ക് ലേസർ ഷൂട്ട് ചെയ്യുമ്പോൾ യു ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ദി സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ്. പക്ഷേ എല്ലാ ആൾക്ക് സർജറി ഈസ് നോട്ട് ദി റിക്കമെൻഡഡ് ട്രീറ്റ്മെൻറ്റ്, ഓർ എല്ലാ ആൾക്ക് ലേസർ തന്നെ ചെയ്യാൻ പറ്റില്ല. ഡിപ്പെൻഡിങ് ഓൺ ദി ഗ്രേഡിങ് വി യൂഷ്വലി സജസ്റ്റ് ദം ദിസ് ഈസ് ദി ബെനിഫിഷ്യൽ ഫോർ ദം. ദി ഏർലിയർ സ്റ്റേജസ് ഓഫ് cystocele or stress urinary incontinence, lasers will be a very useful tool for them as an advanced treatment. കാരണം ഇപ്പോൾ വയസ്സുള്ള ആളിൽ ഈ പ്രശ്നങ്ങൾ വരുന്നുണ്ടാണെങ്കിൽ ദിൽ ബി യൂഷ്വലി ഒരു ഷുഗർ ഉണ്ടാവും, നമ്മുടെ BP ഉണ്ടാവും, ഹാർട്ടിൻ്റെ എന്തായാലും പ്രശ്നം ഉണ്ടാവും. സോ അവർക്കായാലും അവരുടെ റിലേറ്റീവ്സ്ക്കായാലും സർജറി ചെയ്യണമെന്നൊരു പേടി ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാരിൽ ഇഫ് ദി ഗ്രേഡിംഗ് കംസ് അണ്ടർ മൈൽഡ് ടു മോഡറേറ്റ്, ലേസർ ട്രീറ്റ്മെൻറ്റ് വിൽ ഗിവ് ദം നല്ലോണം നമുക്കതിൻ്റെ തിരിച്ച് നോർമൽ ടിഷ്യൂസിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദി ബെനിഫിറ്റ് ഓഫ് ലേസർ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് ട്രീറ്റ്മെൻറ്റ്. സർജിക്കൽ എന്ന് പറയുമ്പോൾ യൂഷ്വലി വി ടെൽ ദിസ് സർജറി ഫോർ എ യങ്ങർ ഏജ് ഗ്രൂപ്പ് പീപ്പിൾ ആൻഡ് ഫോർ ദി വൺ വിച്ച് ഇസ് മോർ ദൻ ഗ്രേഡ് 2 or grade 3 കൂടുതൽ ആയാൽ ദെൻ വി ഹാവ് ടു ഗോ ഫോർ സർജറി. സോ വേറെ വഴിയൊന്നുമില്ല.
So laser non-surgical is becoming more trending or the more advanced treatment now. Karanam, there is the benefits of it is because there's no admission required. രാവിലെ വന്നാലും ഒരു ഹാഫ് ഡേ ഉള്ളിൽ പ്രൊസീജിയർ ചെയ്തിട്ട് പോകാൻ പറ്റും. there's no surgical complication. anesthesia വേണ്ടി വരില്ല. ഒരു ബ്ലീഡിങ്ങോ ഒരു മുറിവായി ഒരു ബ്ലീഡിങ് കൂടുതലായി പോയി വേദന എടുക്കുന്ന അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ദെൻ അഡ്മിഷൻ വേണ്ടി വരില്ല. So all these things are very much beneficial and ഒന്നോ രണ്ടോ മൂന്നോ സെഷൻസ് യൂഷ്വലി മതിയാവും. സോ യുവർ ഹോസ്പിറ്റൽ വിസിറ്റ്സ് ഓൾസോ കംസ് ഡൗൺ. ഒരു 3 പ്രാവശ്യമോ 4 പ്രാവശ്യം മാക്സിമം വന്നാൽ മതി. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഗ്രേഡ് 1 ഗ്രേഡ് 2 സ്ട്രെസ് ഇൻകോണ്ടിനൻസ് യു ക്യാൻ ഗെറ്റ് ട്രീറ്റഡ് വിത്ത് ലേസർ ട്രീറ്റ്മെൻറ്റ്. So surgical is again it has its own pros and cons. So നമുക്ക് അതിടെ ഒരു പ്രൊലോങ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ്, ഒരു പ്രീ സർജിക്കൽ ഇവാലുവേഷൻ, പോസ്റ്റ് സർജിക്കൽ ഇവാലുവേഷൻ, സർജറി ചെയ്യുമ്പോഴുള്ള അഡ്മിഷൻസ്, ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും, അതിടെ പെയിൻ, അതിടെ ബ്ലീഡിങ് എല്ലാം അതിടെ അനുസരിച്ചിട്ട് വി വിൽ ബി എക്സ്പ്ലെയിനിങ് ടു ദി പേഷ്യൻസ്. സോ അങ്ങനെയുള്ള സമയത്തിൽ വാട്ട് വി റെക്കമെൻഡ് ഇസ് കം ടു ദി ഓർ യു നോ കം ടു യുവർ examination or your consultation as early as the symptom starts. Like ചെറിയ പ്രശ്നം ഉള്ള സമയത്തിൽ തന്നെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് വന്നാൽ the earlier stages can be non-surgically treated in a very well non-surgical way. So വേദന ഇല്ലാത്ത അതൊക്കെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. സോ ഇത് ഞാൻ പറഞ്ഞത് സ്ട്രെസ് ഇൻകോണ്ടിനൻസിൻ്റെ ഒരു ചെറുതായിട്ടുള്ള ബ്രീഫായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. സോ ദിസ് ഇഫ് എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, എന്തായാലും കൂടുതലായിട്ട് ഒരു ഡിസ്കഷൻ ചെയ്യണോ, എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാണെങ്കിൽ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ യു ക്യാൻ ഓൾവേസ് കമൻറ്റ്. വി വിൽ ട്രൈ മാക്സിമം റിപ്ലൈ ആസ് ഏർലി ആസ് പോസിബിൾ ടു ക്ലിയർ ഓൾ യുവർ ക്വയറീസ്. താങ്ക് യു വെരി മച്ച്. Oriel Medline, where science cures and cares.